വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അങ്ങനെ കേസ് അങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ കാണാൻ കേസ് നമ്മൾ ഇന്നെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ ഇന്നെന്തായാലും കേസ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു കിടക്കാച്ച് വീഡിയോ കാണാൻ കേസ് നമ്മൾ ഇന്നെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ. ഇതിന് മുമ്പേ എന്തായാലും ഒരു വീഡിയോ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളെന്തായാലും ബസ് സിമുലേറ്റർ കളിക്കുക. നമ്മളാണെങ്കിൽ ഒരു വീഡിയോ നമ്മളെന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിൻ്റെ തന്നെ ആയിട്ടുള്ള ഓക്കെ, ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ഈ ഗെയിമിലുള്ള ബസ് വെച്ച് നമ്മൾ ഓടിച്ചാണ്. ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട് നമ്മളെന്തായാലും ഈ ഒരു ഗെയിം നമ്മൾ കളിച്ചിട്ട് ഓക്കെ. നമ്മളെന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. അതേപോലെ ഞാനാണെങ്കിൽ ഇന്നലെയും ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും കാണാത്തതുണ്ട് ഇപ്പോഴും പോയി കാണാം ഓക്കെ. അപ്പോൾ ഇന്നെന്തായാലും നമ്മളെന്തായാലും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ എന്തായാലും കൊണ്ടുവന്ന വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കൊമ്പൻ ദാവതാണ് ഓക്കെ. നമ്മുടെ കൊമ്പൻ ദാവതാണ് നമ്മളെന്തായാലും കൊണ്ടുവന്നിരിക്കണമെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓക്കെ. നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും നമ്മുടെ ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ എന്തായാലും പോകാൻ കേസ് നമ്മുടെ സ്ഥലത്തോട്ട് ഓക്കെ. ഗൈസ് അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും എന്തായാലും കയറുന്നുണ്ട് നമ്മുടെ വണ്ടിയിലോട്ട് ഓക്കെ. എൻ്റെ മോനെ വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ. എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട് ഓക്കെ. ആൾക്കാരൊക്കെ എന്തായാലും അവിടെ വണ്ടിയിൽ കയറുകയാണ്. നമുക്ക് നൈസായിട്ട് എന്തായാലും നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് എന്തായാലും കൊടുക്കാം ഓക്കെ. നമുക്ക് ഓക്കെ അങ്ങനെ ആൾക്കാരെല്ലാവരും എന്തായാലും കയറിയിട്ടുണ്ട് ഓക്കെ. നമുക്ക് എന്തായാലും അപ്പോൾ നേരെ എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ പോവേണ്ട ഡെസ്റ്റിനേഷനിലോട്ടൊക്കെ പോവാം. ബെസ്റ്റ് വണ്ടി എടുത്തില്ല, അപ്പോൾ തന്നെ മഴയും തുടങ്ങി ഓക്കെ. ഈ വണ്ടി പിന്നെ വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടിയാണ്, നമ്മുടെ കൊമ്പൻ്റെ ദാവതാണ് ഓക്കെ. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വണ്ടികളൊക്കെ തന്നെയാണ് നമ്മുടെ കൊമ്പൻ ദാവത് ഓക്കെ. നമുക്കിപ്പോൾ വണ്ടി ശ്രദ്ധിച്ചും തിരിച്ചൊക്കെ വളയ്ക്കാം ഓക്കെ. ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വണ്ടി ഡാമേജ് ആക്കാതെ കൊണ്ടുനടക്കാം ഗൈസ് ഓക്കെ. നമ്മളെപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് വണ്ടി ഡാമേജ് ആക്കൽ ഓക്കെ. അതിനിപ്പോൾ വേണ്ട ഓക്കെ. ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞങ്ങൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എടുത്ത് കൂട്ടുകാർത്തൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ. അപ്പോൾ നമുക്ക് കാണിച്ചു നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും പോവാം ഓക്കെ. എൻ്റെ വൈപ്പറൊക്കെ ഒന്നും കണ്ടുവിടാം കേസ് ഓക്കെ. റോഡ് ഒരു തേങ്ങയും കണ്ടുവിടാം ഓക്കെ. നമ്മളങ്ങനെ വണ്ടി കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു, മിക്കവാറും വണ്ടി അഴുക്കാവാൻ നോക്കുന്നത്. എൻ്റെ മോനെ ഒടുക്കത്തെ ലുക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മുടെ വണ്ടിക്ക് എന്ന് പറഞ്ഞത് ഓക്കെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ സെറിബോൺ എന്നൊരു സ്ഥലം ഉണ്ടല്ലേ, സെറിബോൺ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളെന്തായാലും ഇപ്പം നിൽക്കണമെന്ന് പറയുന്നത് ഓക്കെ. ഇവിടെ നിന്ന് നേരെ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണം ഓക്കെ, ഒരു സിറ്റി ഏരിയയിലോട്ട് പോകണം ഓക്കെ. നമുക്കിപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം ഓക്കെ ഗൈസ്. അങ്ങനെ നമുക്ക് എന്തായാലും കേസ് ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രൈറ്റ് റോഡും നമുക്ക് കിട്ടിയേക്കാണ് കേസ് ഓക്കെ. ഈ സ്ട്രൈറ്റ് റോഡിൻ്റെ ഗുണം എന്താണെന്ന് എല്ലാവർക്കും എന്തായാലും അറിയാം കേസ് ഓക്കെ. നമുക്കാണെങ്കിൽ വേണ്ടിയിട്ട് ആ ടോപ്പ് സ്പീഡ് നമുക്ക് നല്ല രീതിക്ക് എന്തായാലും ചെക്ക് ചെയ്യാം കേസ് ഓക്കെ. ഇവിടെ ആണെങ്കിൽ മഴയും കൂടെ എന്തായാലും മാറിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഈ വളവാണ് സീൻ ഓക്കെ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് വളവ് ഓക്കെ. സത്യം പറയാം വളവിലൊന്നും സ്പീഡിൽ വളച്ചൂടാ, പക്ഷേ ഞാൻ വളയ്ക്കും കേസ് ഓക്കെ. അതൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ. വളച്ചേ പറ്റുമോ കേസ് ഓക്കെ. കേട്ടോ ഉള്ളടുത്ത് ഫുള്ള് ഉള്ള വളവെല്ലാം കൊണ്ടേക്കും ഓക്കെ ഗൈസ്. ബ്രിഡ്ജാണ് ഒക്കെ എടുത്ത് കയറേണ്ട ഓക്കെ. നമ്മുടെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഉണ്ടാകും എന്തായാലും ഓണടിക്കാ എന്താ കാണിക്കണ ആർക്ക് വണ്ടി ഓടിക്കാൻ ആർക്കും എടുത്തോടെ കൂടാണെന്ന് അല്ലെങ്കിൽ സൈഡ് താ ഓക്കെ. ആ സൈഡ് വന്നിട്ടുണ്ട് നന്മമരമായ ഒരു ഡ്രൈവർ ഓക്കെ. നന്മയുള്ള ലോകമേ എന്നൊക്കെ പറയാം ഓക്കെ. പക്ഷെ ചിലമാരുടെ വണ്ടിയുടെ ബാക്കിൽ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മാറ്റില്ല ഓക്കെ. ചിലമാരുടെ പറത്തി അടിക്കും ഓക്കെ. അപ്പോൾ അവർ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടി മാറ്റില്ല. നമുക്കപ്പോൾ കയറി പോവാ. ഇടിക്കല്ലേ ഇതുവരെയായിട്ട് വണ്ടിയുടെ ലൈഫൊന്നും കുറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഓക്കെ. എന്താ ഒരു ലുക്കല്ലേ കേസ് നമ്മുടെ വണ്ടിക്ക്. അയ്യോ വണ്ടി ജസ്റ്റ് മിസ്സായിട്ട് വണ്ടി ഇടിച്ചില്ല ബാക്കി. ബെസ്റ്റ് ഇടിച്ച് എന്തൊക്കെയായിരുന്നു ഇടിക്കൂല കറക്റ്റായിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതാ വണ്ടി ഇടിച്ച്. എൻ്റെ നമ്മൾ വണ്ടിയുടെ ലുക്കൊക്കെ ഇറങ്ങിയതാണ്, പക്ഷെ നമുക്കാണ് കേസ് പണിയിട്ട് ഓക്കെ. എന്ത് ചെയ്യാനാണ് കേസ് ഓക്കെ. പഴയതല മറ്റതിലിടാൻ പണിയിട്ട്. അയ്യോ വണ്ടിയുടെ ഹെൽത്ത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്, 2 ഘട്ടം കുറഞ്ഞിട്ടുണ്ട്. അത് സീനില്ല. എന്താണേ ഉള്ളിടത്തുള്ള ബാരിയറും കൊണ്ട് വെച്ചവന്മാർ. അയ്യോ പണിപാളി ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പുറത്തെ സൈഡ് കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ. ആരും തന്നെ ഈ റോഡിൽ വരുന്നില്ല എന്നാര് പറഞ്ഞേ. ഇപ്പം ആ കൃഷ്ണക്കാരൻ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിരിക്കും ഓക്കെ. നമുക്ക് ഇതിലോട്ട് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് സീൻ ഓക്കെ. ഇനി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ. വണ്ടിയുടെ ലുക്ക് നോക്കിയിട്ട് ചെയ്യാനായിട്ടില്ല. ഈ വണ്ടിക്ക് പിന്നെ കുറേ ഫ്യൂച്ചേഴ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇപ്പം നമുക്കൊന്ന് പിടച്ചു വിടാം ഓക്കെ. നമുക്ക് നല്ലൊരു മെയിൻ റോഡൊന്ന് നോക്കട്ടെ കേസ് ഓക്കെ. നമ്മളങ്ങനെ വീണ്ടും നമ്മളെന്തായാലും ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് കേസ് നമ്മളെന്തായാലും നടക്കുകയാണ് ഓക്കെ. നമ്മൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ നടക്കുകയാണ് കേസ്. പക്ഷേ ആരും എന്നെ സമ്മതിക്കാനുള്ള കേസ് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ, അതാണ് സീൻ ഓക്കെ. ഇതെന്താണ് ഞാൻ ചില ആക്സിഡൻറ്റ് നടന്നത്, വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്കെടുത്തോണ്ട് ഓക്കെ. ഇവിടെ സിഗ്നലായിരുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്കെടുത്തോണ്ട് പോ ഓക്കെ. ഈ
വളവ് പറഞ്ഞിടത്ത് തന്നെ അവന്മാർ മറ്റേ വാർണിംഗ് സിഗ്നൽ പോലത്തെയൊക്കെ ബോർഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര ശല്യമാണ്. വണ്ടി വളക്കി മേടിക്കും. ഓക്കെ, നമുക്കെന്തായാലും ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടല്ലോ, നമുക്ക് വണ്ടിയുടെ ഫുൾ ലൈറ്റ് അങ്ങ് നോക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ ലൈറ്റെല്ലാം വിഷയം ലൈറ്റുകളാണ്, ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും അവസാനം കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ കാണിച്ചത് ചിലപ്പോൾ വണ്ടി ഏതെങ്കിലും വാഴയുടെ തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ട് നിൽക്കുക ഗൈസ്. ഓക്കെ, പരമാവധി ഞാൻ എന്തായാലും വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ എന്നെ സമ്മതിക്കില്ല റോഡിലുള്ള വണ്ടി ഒന്ന് എടുത്തോണ്ട് പോടാന്ന്, അല്ലാണ്ട് പിന്നെ അയ്യോ ഇതാണ് പ്രശ്നം. കണ്ടിടത്തൊക്കെ ഫുള്ള് ബാരിയർ ഉണ്ടാക്കി. ഓക്കെ, എന്നാലും അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഗൈസ്. അവിടെ എന്തെങ്കിലും പോയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും ഗൈസ് സ്പീഡ് നല്ലതല്ല റോട്ടിൽ. ഓക്കെ, റിയൽ ലൈഫിൽ. ഓക്കെ, പക്ഷേ അങ്ങനെ പറയുകയും ചെയ്യും ഞാൻ എന്നിട്ട് സ്പീഡിൽ ഓടിക്കും. ശരി, അതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ ഗൈസ് ഞാൻ ഓടിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ സ്റ്റണ്ടൊന്നും ആരും റിയൽ ലൈഫിൽ ചെയ്യല്ലേ. റിയൽ ലൈഫിൽ ചെയ്താൽ MVD പൊക്കി കൊണ്ടുപോയി എന്നിട്ട് അവസാനം ഗ്യാങ്സ്റ്റർ ഗെയിമിങ് പറഞ്ഞിട്ട് ചെയ്താണെന്ന് പറയാമല്ലോ ഗൈസ്. ഓക്കെ, എൻ്റെ മുന്നേ വിഷയം. ഓക്കെ, റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യല്ലേ ഗൈസ്. റിയൽ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ MVD പൊക്കി കൊണ്ടുപോകും. പിന്നെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇങ്ങനെ സ്റ്റണ്ട് കാണിച്ച് വല്ല വണ്ടിയും ഒന്ന് കയറി തരണമെങ്കിൽ ഖത്തം, തീർന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ആ വണ്ടിയും പോകും, നമ്മളെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. നല്ല ആക്സിഡൻ്റ് ആവും ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് ഫുള്ള് വളവാണല്ലോ. ഇത് എന്താണ് ഇങ്ങനെ? ഞാൻ അവിടെ ഓവർടേക്ക് നോക്കുന്നത് എടുത്തോണ്ട് പോടാ. എന്തുകൊണ്ട് ഇവൻ്റെയൊക്കെ കാര്യം ഉള്ളത് മതിലും തേങ്ങ എല്ലാം കൊണ്ട് വെച്ച് ജസ്റ്റ് എന്തായാലും ഞാൻ അവിടെ നിർത്തി. അപ്പോൾ വണ്ടിയുടെ ലൈറ്റൊക്കെ കാണിച്ചാൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കൊമ്പൻ ദാവത്. ഓക്കെ, നൈസ് വണ്ടിയാണ്, ഫുള്ളായിട്ട് ഉറങ്ങിയ സൈഡൊക്കെ. ഓക്കെ, അത് നിങ്ങൾ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടൊന്നും ഇടിച്ച് ചളങ്ങി അഴുക്ക് ചെറുതായിട്ടായിട്ടുണ്ട്. ഓക്കെ, കണ്ട മുകളിലത്തെ ആ ഒരു ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് ആ ഒരു ബ്ലിങ്കിങ് വരുന്നത്. അല്ല ലൈറ്റ് ഇങ്ങനെ ഇട്ടാണ് ഇത്രയും കത്തും, പിന്നെ ഇത്ര ഇട്ടാണ് ഇത്രയും കത്തും. പിന്നെ ഒന്ന് പുതുക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ സാധനം മുകളിലത്തെ ഒരു സാധനം തുറക്കുന്നതാണ്. 2 പുതുക്കുകയാണെങ്കിൽ അടിയിലത്തെ ഒരു സാധനം പോകുന്നതാണ്, അത് ബമ്പറിൻ്റെ അടിയിലുള്ള ഐറ്റം. 3 പുതുക്കുകയാണെങ്കിൽ സ്ഥലത്തെ ഡോർ ഉറക്കും. അതുപോലെ ഈ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഡോർ ഉറക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊമ്പൻ്റെ ഈ ദാവത ഓടിച്ചുള്ളവരാണെങ്കിൽ, അല്ല നമ്മുടെ ഈ ബസ് സിമുലേറ്ററിൽ കൊമ്പൻ ദാവത ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് കേസ് നോക്കാം. ഓ, വണ്ടിയുടെ ഒഴുക്കാണ് കേസ്. ഓക്കെ, അതാണ് ഡെസ്റ്റിനേഷൻ എത്തി ഗായ്സ്. എവിടെയാണ് കേസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയണത്? ഓക്കെ, നമുക്കപ്പോൾ വണ്ടി നൈസർ അവിടെ പാർക്ക് ചെയ്യോ. കുറേ നേരത്തിന് ശേഷമാണ് നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയ നമ്മുടെ കൊമ്പൻ ദാവതിനെയും കൊണ്ട്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ കയറ്റി പാർക്ക് ചെയ്യാം. എല്ലാവരും ഇറങ്ങിപ്പോ. ഓക്കെ, അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോവാണ്. വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, വണ്ടി ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ് കേട്ടോ, ഫുള്ള് ചളിയാണ്. എന്നാലും നമ്മൾ എപ്പോഴത്തെ പോലെ ഇടിച്ച് നശിപ്പിക്കണം ആ പരിപാടി വലുതായിട്ട് ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ടോപ്പ് സ്പീഡ് നമ്മൾ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും ഗുഡ് ബൈ. ഇപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും ചാനലിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ കൂടെ തന്നെ ചെയ്താൽ വീഡിയോസ് നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.